നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ഇതിൽ നിന്നൊരു ഗുണപാഠം പഠിച്ചു ചേച്ചി. ചേച്ചി പറയുന്ന പോലെ ശത്രുക്കൾ എത്ര ചെറിയവരായാലും അവറ്റകളെ നിസാരക്കാരായി കാണരുത്. അതെ, അതൊരു ഒന്നൊന്നര ഗുണപാഠം തന്നെ. പക്ഷേ പഠിച്ച പാഠം മാറിപ്പോയി. വിശാലിന് പാർവതിയോടുള്ള എല്ലാ വെറുപ്പും പോയി. നിങ്ങൾ വീണ്ടും ലേറ്റ് ആന്നേ. ഇനി അവരെ പിരിക്കാന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. നീ എന്താ പറഞ്ഞത്? വിശാലും പാർവതിയും വീണ്ടും ഇണങ്ങിയെന്നോ? ഇണങ്ങിയോന്നോ? അവരിപ്പോ സ്ഥലകാല ബോധം പോലും ഇല്ലാതെ ഭയങ്കര റൊമാൻസിലാ. ഇപ്പൊ ഓഫീസിലേക്ക് പാർവതി എഴുന്നള്ളിക്കാനുള്ള പ്ലാനിലാണ് വിശാൽ. അവരുടെ കൊഞ്ചിക്കൊഴല് കണ്ടിട്ട് എനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഉടനെ ചെയ്യണം ആന്റി. ചേച്ചി, അവളെ അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച പിന്നെ നമ്മുടെ കാര്യം ഗോവിന്ദയാണ്. ആ പട്ടിക്കാട് പാർവതിക്ക് കാഞ്ഞ ബുദ്ധിയാ, അത് ഓർമ്മ വേണം. അവളെ അവിടെ കൊണ്ടുപോയി ഇരുത്തിയ പിന്നെ നമ്മൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? അത് തന്നെ ഞാനും നിങ്ങളോട് ചോദിക്കുന്നത്. ഇത്രയും കാലം നിങ്ങൾ ഇവിടെ ജീവിച്ചിട്ടും വിശാലിനെ നിങ്ങളുടെ കൺട്രോള് നിർത്തിയിട്ടും ഇപ്പൊ എന്തായി? നാലക്ഷരം കൂട്ടി വായിക്കാൻ പോലും അറിയാത്ത ആ പട്ടിക്കാട്ടിലെ പാർവതിയെ പിടിച്ച് കമ്പനിയിലെ അധികാര കസേരയിൽ ഇരുത്താൻ പോവാ വിശാല്. അപ്പൊ നിങ്ങളൊക്കെ ആരായി? കോടിക്കണക്കിനുള്ള സ്വത്തിനും ബിസിനസ് കാര്യങ്ങൾക്കും എല്ലാം ഇനി അവളാ അധികാരി. ഇതിൽ പരം ഒരു ഇൻസൾട്ട് ഇനി വേറെ ഉണ്ടാവാനില്ല. നിങ്ങൾക്കൊക്കെ പോയി കെട്ടിത്തൂങ്ങി ചത്തൂടെ? അതല്ലേ ചേച്ചിയുടെ ഒരു പെർമിഷൻ പോലും ചോദിക്കാതെ വിശാലിന് എങ്ങനെ തോന്നി ഇങ്ങനൊരു ഡിസിഷൻ എടുക്കാൻ? ഇത്രയും ഭീകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇവനെങ്ങനെ ഇത്ര പെട്ടെന്ന് മനസ്സ് മാറി പെൺകൊന്നനായത്? പാർവതിയുടെ കൺട്രോളിലാ ഇപ്പൊ വിശാല്. അവൾ എന്ത് പറയുന്നോ അതേ വിശാൽ അനുസരിക്കും. അത്രയും വലിയൊരു ഓഫീസിലെ പൂറ സാരി ഉടുത്ത് ചന്ദനക്കൊറിയും തൊട്ട് എണ്ണ മെഴുക്കുള്ള മുടിയുമായിട്ട് ചെല്ലുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നേരെ ചൊവ്വെ പൗഡർ ഇടാൻ അറിയില്ല, ലിപ്സ്റ്റിക് എന്താണെന്ന് പോലും അറിയില്ല. ഇവളെങ്ങനെയാ വിശാലിനെ വളച്ചത്? നീ ഈ പൗഡറും ലിപ്സ്റ്റിക്കും ഇടുന്ന സമയത്ത് വിശാലിനെ വളച്ച് കുപ്പിയിലാക്കി കോർക്കിട്ട് അടച്ചിരുന്നെങ്കിലേ ഇപ്പൊ അവളുടെ സ്ഥാനത്ത് നിനക്കിരിക്കായിരുന്നു. അവളെ ഈ വീട്ടിൽ തന്നെ തുരത്തായിരുന്നു. ഓഹ്, ഞാൻ എത്രയോ തവണ വിശാലിന്റെ മനസ്സ് കീഴടക്കാൻ ട്രൈ ചെയ്തു. പിന്നെ പക്ഷേ വിശാല് മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്റെ കാര്യം പോട്ടെ, അവള് കമ്പനിയുടെ തലപ്പത്തിരുന്ന നിങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. തെരുവിൽ ഇറങ്ങി പിച്ചെടുക്കേണ്ടി വരും രണ്ടുപേർക്കും. അവളെ കമ്പനിയുടെ തലപ്പത്തിരുത്തി വാഴിക്കാൻ ഈ പ്രഭാവതിയുടെ കൊക്കിൽ ശ്വാസം ഉണ്ടെങ്കിൽ അനുവദിക്കില്ല. പതുങ്ങിയിരുന്ന് പണിയാനൊന്നും ഈ ജാസ്മിന് കിട്ടത്തില്ല. എനിക്കതിനുള്ള ടൈമും ഇല്ല. അവൾക്കെതിരെയുള്ള എന്റെ പണികള് മിന്നൽ വേഗത്തിലായിരിക്കും. ആന്റി നോക്കിക്കോ. അവളെ തഞ്ചത്തി കിട്ടിയ ആ നിമിഷം ഞാൻ കൊന്നിരിക്കും. പാർവതിയെ കൊന്ന ആ നിമിഷം നിന്നെ ഞാൻ വിശാലിനെ കൊണ്ട് കെട്ടിച്ചിരിക്കും. ഇത് പ്രഭാവതിയുടെ വാക്കാ. നിങ്ങളുടെ ഡിസ്കഷൻ പാർവതിയെ കുറിച്ചാണെന്ന് മനസ്സിലായി. അതെ, ഒന്നും കാണാതെയല്ല ഞാൻ പാർവതി ഓഫീസിലേക്ക് കൊണ്ടുവന്നത്. പാർവതിക്ക് ചിലപ്പോ കണക്കും അറിയില്ലായിരിക്കാം, ഇംഗ്ലീഷും അറിയില്ലായിരിക്കാം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ എല്ലാവരെക്കാളും ബുദ്ധിയും വിവേകവും അവൾക്കുണ്ട്. തൽക്കാലം അത് മതി എനിക്ക്. ബാക്കിയൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ഗ്രേറ്റ് ബ്രോ, ഗ്രേറ്റ്. ബ്രോ പറഞ്ഞത് ശരിയാ. പാർവതിക്ക് നല്ല ഇന്റലിജൻസും പ്രാക്ടിക്കൽ സെൻസും ഉണ്ട്. അത് മതി.
പാർവതി ഓഫീസിൽ പൊളിക്കും. പിന്നെ എല്ലാത്തിനും നിഴല് പോലെ വിശാൽ ബ്രോ പാർവതിയുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. പിന്നെന്തിനാ പേടിക്കുന്നേ? പാർവതി വിചാരിച്ചാ അവൾ എന്തും ചെയ്യും. എല്ലാം കൊള്ളാം. അവസാനം വെളുക്കാൻ തേച്ചത് പാണ്ടാവാതിരുന്നാ മതി. അക്കാര്യത്തില് അങ്കിള് ടെൻഷൻ ആവണ്ട, ഞാൻ നോക്കിക്കോളാം. പോവാം വിശാൽ സർ. ആ പോവാം. മോളെ പാർവതി, മുത്തശ്ശ, മോളെ ഈ ബാഗ് ഞാൻ മോക്ക് വേണ്ടി കൊണ്ടുവന്നതാ. മോൾ ഇത് വാങ്ങണം. അതിങ്ങ് തന്നേക്ക് മുത്തശ്ശ. അപ്പൊ ഇറങ്ങാം. ഇറങ്ങാം. എന്നാ ഞങ്ങള് പോയിട്ട് വരട്ടെ. വാ. ഹേ ബ്രോ, പാർവതിയുടെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടു പോ. ഓക്കെ വാ. ഇനി ഇവരെ പിരിക്കാൻ ഈ ലോകത്താർക്കും സാധ്യമല്ല. വിശാലിനെയും പാർവതിയും ഞാൻ പിരിക്കും. ഈ സന്തോഷം അധിക നാളുണ്ടാവില്ല. അല്ല, നിങ്ങളും ഓഫീസിൽ പോകുന്നല്ലേ പറഞ്ഞേ? എന്താ പോകുന്നില്ലേ? ഞങ്ങളും പോകുന്നുണ്ട്. ജാസ്മിൻ, പ്രതാപ, വാ നമുക്ക് പോവാം. ആന്റി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.